ജോയിൻസ് നമുക്ക് ചുരിദാറിന്റെ ഫസ്റ്റ് വീഡിയോ ആണ് സ്റ്റഡി. ഫസ്റ്റ് വൺ വരുന്നത് ക്രഷ്ഡ് ടിഷ്യൂ ഫാബ്രിക്കിന്റെ നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുള്ള ഒരു കൺസെപ്റ്റ് തന്നെ ചെറിയ വേരിയേഷനിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്രാവശ്യം താഴത്തെ ബോർഡറിലായിട്ടാണ് കട്ട് വർക്കിന്റെ ഡിസൈൻ പോയിരിക്കുന്നത്. യോക്ക് പോർഷനിൽ വരുന്നു ഇങ്ങനത്തെ ഇതിൽ കുറേ ഐറ്റംസ് വരാറുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ തന്നെ നല്ല കൂടിയ ഫാബ്രിക്കാട്ടോ. നല്ല രസമായി ഈ ഒരു മെറ്റീരിയൽ കാണാൻ. എല്ലാവരും തന്നെ ഇഷ്ടപ്പെട്ടൊരു മെറ്റീരിയൽ, ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണിത്. അപ്പോൾ ഇതിൻ്റെ ബോർഡറിനും ദുപ്പട്ടയുടെ ബോർഡറിലും കട്ട് വർക്ക് പോലത്തെ ഡിസൈൻ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെയാണ് മെയിൻ കട്ട് വർക്ക് കൊടുത്തേക്കുന്നത്. ഈ ഒരു ബോർഡറിൽ ഒരുപാട് ഇങ്ങനെ ഹോൾസ് ആയിട്ടില്ല, ആ ഒരു പാറ്റേണിൽ തന്നെയുള്ള ഡിസൈൻ പോയിട്ടുണ്ടോ. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഇങ്ങനത്തെ മോഡൽ. ഈ ഒരു വർക്കിനൊക്കെ നല്ല റേഞ്ച് വരും. പിന്നെ കളേഴ്സ് എല്ലാം നല്ല കേട്ടോ. നല്ലൊരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാണ്, തീരെ ലൈറ്റ് ഒന്നുമല്ല, നല്ല കളറാണ്. ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്ക്, സെയിം കളർ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ നമ്പർ Y362, റേറ്റ് 1890. രണ്ടാമത്തെ ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റ് കളറാട്ടോ. വൈറ്റും പീച്ചും ആ ഒരു ചെറിയതായിട്ടൊരു ബ്ലൂ കോമ്പിനേഷനും കൂടെ നല്ല അടിപൊളിയാണ്. നല്ല രസമായിട്ട് ഈ ഒരു മെറ്റീരിയൽ കാണാനായിട്ട്. ഇതുപോലെയാണ് ദുപ്പട്ട വരുന്നത്. ക്രഷ്ഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ചെറിയ ഇങ്ങനെ ചുരുക്ക് പോലത്തെ ആ ഒരു മെറ്റീരിയലിൻ്റെ ആ ഒരു ഡിസൈനിൽ തന്നെയുണ്ട്. പിന്നെ മൊത്തം വർക്ക് കൊടുത്തിട്ടുണ്ട്, നല്ല ലെങ്ത് ഉണ്ട്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ, നല്ല ലെങ്ത് ഉണ്ട്. പിന്നെ ബോട്ടം വരുന്നത് സെയിം കളർ. സാറ്റിൻ തന്നെ കൂടിയ ഫാബ്രിക് ആട്ടോ, അങ്ങനെ ഭയങ്കര ഗ്ലേസിങ് ഉള്ള സൈസ് ഫാബ്രിക് അല്ല, കൂടിയ ഫാബ്രിക് എല്ലാം വെച്ചേക്കുന്നത്. വാഷ് ചെയ്യുന്നതിനും കുഴപ്പമൊന്നുമില്ല, എന്നാലും കൂടിയ ഫാബ്രിക്കാണ്. ജസ്റ്റ് ഒന്ന് ഷാമ്പു വാഷ് ചെയ്തെടുത്താൽ മതി, പോകുന്ന മെറ്റീരിയലൊന്നും അല്ല കേട്ടോ. ഇതിൻ്റെ താഴത്തെ ബോർഡറൊക്കെ അത്രയും നല്ല രസമാണ് കാണാൻ. നല്ല കട്ട് വർക്കിൻ്റെ ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. നമ്പർ Y364, റേറ്റ് 1890. മൂന്നാമത്തെ ഷെയ്ഡ് വരുന്നത് നല്ല അടിപൊളി ഒരു ബ്ലൂ കളറാട്ടോ. എല്ലാം നല്ല ഷെയ്ഡ്സാണ്. പ്രത്യേകിച്ച് ഈ ഒരു ക്രഷ്ഡ് ടിഷ്യൂവിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് ആ കളേഴ്സ് എല്ലാം നല്ലതാണ്, അതുകൊണ്ടായിരിക്കാം ഇതിൻ്റെ അകത്തെ ഷെയ്ഡ്സ് എല്ലാം അത്രയും ഹിറ്റായിട്ട് തന്നെയാണ് കേട്ടോ. ഏത് ഡിസൈൻ വന്നാലും എല്ലാ ഷെയ്ഡ്സിനും അത്രയും പിടുത്തമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു മെറ്റീരിയലിൻ്റെതായ ഒരു ഗുണമാണ്. എല്ലാ കളേഴ്സും ഈ ഒരു മെറ്റീരിയലിൽ കാണാൻ നല്ല കേട്ടോ. ഇത് നല്ലൊരു ബ്ലൂ കളറാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൽ ചിലപ്പോൾ സ്കൈ ബ്ലൂ പോലെ കാണിക്കുമായിരിക്കും. സ്കൈ ബ്ലൂ അല്ല കേട്ടോ, കുറച്ചൊരു ചെറുതായിട്ടൊരു ഗ്രീൻ കയറി വരുന്ന സൈസ് ബ്ലൂ ആണ്, എന്നാലും ബ്ലൂ തന്നെയാണ് കേട്ടോ. നല്ല കളറാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തും സെയിം ആ ഒരു പിങ്കിൻ്റെയൊക്കെ കോമ്പിനേഷനുള്ള വർക്കാണ് കൊടുത്തേക്കുന്നത്. നല്ല രസമാട്ടോ ഈ ഒരു വർക്ക് കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ബോട്ടം സെയിം കളർ തന്നെ. നമ്പർ Y365, റേറ്റ് 1890. നല്ല ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ്. ലൈറ്റ് ആട്ടോ, എന്നാൽ തീരെ ലൈറ്റും അല്ല, നല്ല രസമുള്ളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു യെല്ലോ ഷെയ്ഡ്. അപ്പോൾ ഇതിനകത്തും ദുപ്പട്ടയ്ക്കകത്ത് ആ ഒരു പിങ്കും പിന്നെ ചെറുതായിട്ട് ആ ബ്ലൂവിൻ്റെ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. താഴത്തെ ബോർഡറിലും സെയിം തന്നെയാണ് കേട്ടോ. ലെങ്ത് നന്നായിട്ടുണ്ട്. പിന്നെ നമ്പർ Y363, റേറ്റ് സെയിം ആണ്. അടുത്തതാണ് ലാസ്റ്റ് കളർ നല്ല ബ്യൂട്ടിഫുൾ ഒരു ഓനിയൻ പിങ്ക് മിക്സ് ആയിട്ടുള്ളൊരു പീച്ച് കളർ. നോർമൽ പീച്ച് അല്ല, എന്നാൽ ഓനിയൻ പിങ്ക് എന്ന് കറക്റ്റ് പറയാൻ പറ്റില്ല, അത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ളൊരു ഷെയ്ഡ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അതും സെയിം തന്നെ ആ ഒരു സെയിം കളറും ഉണ്ട്. പിന്നെ ചെറുതായിട്ട് ബ്ലൂവിൻ്റെ കോമ്പിനേഷനാണ് കൊടുത്തേക്കുന്നത്. ബോട്ടം സെയിം കളർ തന്നെ. നമ്പർ Y366, റേറ്റ് 1890.